വന്നു. ആ യാചകൻ പറഞ്ഞു, വല്ലതും തരണേ, വല്ലതും തരണേ. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലേ? അപ്പോൾ യാചകൻ പറഞ്ഞു, ഒന്നുമില്ല നബിയേ, ഒന്നുമില്ല. വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു പുതപ്പും വെള്ളപ്പാത്രം ഉണ്ടെന്ന്, അതെടുത്ത് കൊണ്ടുവരാൻ നബി പറഞ്ഞു. അയാൾ അപ്രകാരം ചെയ്തു. സദസ്സിനോടായി പറഞ്ഞു, ഇത് വിൽക്കാനുള്ളതാണ്, ആർക്കെങ്കിലും വേണോ? അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ എടുക്കാൻ നബിയെ, ഞാൻ 1 ദിർഹം തരാം. ഇതിനും കൂടുതലായി ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? നബി ചോദിച്ചു. അപ്പോൾ ഒരാളും കൂടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞാൻ എടുക്കാൻ നബിയെ, ഞാൻ 2 ദിർഹം തരാം. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിർഹംക്ക് വിറ്റു. എന്നിട്ട് ആ യാചകനോട് പറഞ്ഞു, 1 ദിർഹം എടുത്ത് നിനക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ വാങ്ങുക. 1 ദിർഹം എടുത്ത് നീ ഒരു കോടാലി വാങ്ങി കാട്ടിൽ പോയി വിറക് വെട്ടി ചന്തയിൽ കൊണ്ടുപോയി വെക്കുക. കുറച്ച് ദിവസങ്ങൾ ശേഷം എന്നെ വന്ന് കാണണം. അയാൾ അപ്രകാരം ചെയ്തു. എന്നിട്ട് അയാളെ സമ്പാദ്യമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് വന്നു. അയാളുടെ സമ്പാദ്യം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിലേക്ക് അയച്ചു. എന്നിട്ട് അയാൾക്കുണ്ടായ അനുഭവങ്ങളെല്ലാം നബിനോട് പറഞ്ഞു. അത് കേട്ട് നബിന് വളരെ സന്തോഷമായി. അപ്പോൾ നബി ആ ദിർഹം അയാൾക്ക് കൊടുത്ത് പറഞ്ഞു, ഈ ദിർഹം വെച്ച് നീ വീടും ഭക്ഷണങ്ങളൊക്കെ വാങ്ങുക, കുട്ടികൾക്കല്ലാതെ വാങ്ങുക. അപ്പോൾ അത് കേട്ട് അയാൾക്ക് സന്തോഷമായി. അപ്പോൾ അയാൾ നിറഞ്ഞ മനസ്സോടെ വീട്ടിലേക്ക് തിരിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? സ്വന്തമായി അധ്വാനിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.